പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും വന്ദനം. ഇമ്മാനുവേൽ പ്രയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് തുടർന്നുള്ളതായിരിക്കുന്ന ചില നിമിഷങ്ങൾ ആ വാക്യം തന്നെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ട് ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായിട്ട് ഒരു വാക്യശകലം ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായത്തിന്റെ 46 വാക്യം. യോസഫ് മിസ്രൈം രാജാവായ ഫറവോന്റെ മുമ്പേ നിൽക്കുമ്പോൾ അവന് 30 വയസ്സായിരുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, അനവധി ദേവദാസന്മാരിലൂടെ അനേക പ്രാവശ്യങ്ങൾ വായിച്ചു കേൾക്കപ്പെട്ട ദൈവവചനമാണ്. അനേക സന്ദർഭങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിലും ആത്മീയമായ ചിന്തകളിലും ഒരുപാട് ആത്മീയമായ ദർശനങ്ങളും കാഴ്ചപ്പാടുകളും നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചിട്ടുണ്ട്. പഴയ നിയമ കാലഘട്ടങ്ങളിൽ കടന്നുപോയതായിരിക്കുന്ന അനേക ദൈവദാസന്മാർ, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവദാസന്മാർ വിവിധ ശുശ്രൂഷകൾക്കായി വിവിധ കാലഘട്ടങ്ങൾക്ക് അനുസരിച്ച് അവരെ ദൈവം തിരഞ്ഞെടുത്തു. ചിലരെ ജനത്തെ നയിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്. ചിലരെ ദൈവം പ്രവാചകന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടതുണ്ട്. ചിലരെ ഉപദേഷ്ടാക്കന്മാരായി തിരഞ്ഞെടുത്തവരുണ്ട്. ന്യായാധിപന്മാരായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. വിവിധ നിലകളിൽ പഴയ നിയമത്തിൽ നമ്മൾ ആ തെരഞ്ഞെടുപ്പ് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് കാരാഗ്രഹത്തിൽ കിടന്നതായിരിക്കുന്ന ജോസഫ് താൻ കണ്ടതായിരിക്കുന്ന ഒരു സ്വപ്നവുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രായത്തിൽ തനിക്ക് ലഭിക്കപ്പെട്ട ദർശനം, തന്റെ സഹോദരന്മാർ മുഖാന്തരം താൻ ഏൽക്കേണ്ടതായിരിക്കുന്ന അനുഭവങ്ങളും വേദനകളും പീഡനങ്ങളും, അങ്ങനെ സ്വന്തം രാജ്യത്ത് പോലും നിൽക്കാൻ കഴിയാതെ മറ്റൊരു രാജ്യത്ത് അതിവേദനയോടുകൂടെ താൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ തന്നോടൊപ്പം കടന്നതായിരിക്കുന്ന രണ്ടുപേര് കണ്ടതായിരിക്കുന്ന സ്വപ്നത്തിന്റെ വ്യാഖ്യാനങ്ങൾ വ്യക്തമായി ദൈവദാസനായ ജോസഫ് വെളിപ്പെടുത്തി. അവരിൽ രണ്ടുപേരും പുറത്തുപോയി. രണ്ടുപേരും രാജാവ് അവരെ തിരിച്ചു വിളിച്ചു. ഒരാളെ ജോലിക്കെടുത്തു, ഒരാളെ വധശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അതിൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ രാജാവ് ഒരു സ്വപ്നം കാണാൻ ഇടയായി. രാവിലെ ഉണർന്നപ്പോൾ സ്വപ്നമെല്ലാം മറന്നു. അടുത്ത പ്രഭാതത്തിൽ ആ ദേശത്തുണ്ടായിരുന്ന രാജ്യത്തുണ്ടായിരുന്ന സകല മന്ത്രവാദികളെയും ശകുനവാദികളെയും അവിടെ ഉണ്ടായിരുന്ന സകല ആളുകളെയും വിളിച്ചിട്ട് ഞാൻ കണ്ടതായിരിക്കുന്ന സ്വപ്നത്തിന്റെ വ്യാഖ്യാനങ്ങൾ വ്യക്തമായി വെളിപ്പെടുത്തണം എന്ന് പറഞ്ഞു. അവർക്കൊന്നും പറയുവാൻ കഴിഞ്ഞില്ല. ആ സമയത്താണ് തന്റെ അടുക്കൽ നിൽക്കുന്നതായിരിക്കുന്ന പാനപാത്രക്കാരൻ പറഞ്ഞു, ഞാൻ കാരാഗ്രഹത്തിൽ കിടക്കുന്ന സമയത്ത് ഒരു എബ്രായ ബാലനുണ്ടായിരുന്നു. ഞാൻ കണ്ടതായിരിക്കുന്ന സ്വപ്നം അവൻ വ്യാഖ്യാനിച്ചതുപോലെ നടന്നു എന്ന്. അവനെ വിളിക്കാൻ പറഞ്ഞു. അവനെ രാജാവിന്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ അവന് 30 വയസ്സ് ആയിരുന്നു. അതിന്റെ മുകളിലുള്ളതായിരിക്കുന്ന വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ യോസഫിനെ ഇപ്പോൾ രാജാവിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. ഒരു ശുശ്രൂഷകന് വേണ്ടതായിരിക്കുന്ന ക്വാളിറ്റി അതെന്താകുന്നു എന്ന് ഇവിടെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു ഇവാഞ്ചലിസ്റ്റായി, ഒരു പ്രവാചകനായി, ഒരു വൈദികനായി ശുശ്രൂഷയുടെ ഭാഗം വഹിക്കുന്ന വിവിധ കാലഘട്ടങ്ങൾക്കനുസരിച്ച് വിവിധ രീതികൾ അവലംബിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് വേണ്ടതായിരിക്കുന്ന ചില ക്വാളിറ്റീസ് അതെന്താണ്? അതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഒന്ന്, തന്നെ കാരാഗ്രഹത്തിൽ നിന്നും പുറത്തിറക്കുമ്പോൾ തന്റെ താടിയും മുടിയും എല്ലാം വെട്ടി എന്നാണ്. അപ്പൊ ഒരു ബ്യൂട്ടി പാർലർ, ഒരു ബ്യൂട്ടീഷ്യൻ ആക്കുകയാണ് അവൻ. ഒന്ന്, മുടി തന്റെ താടിയൊക്കെയും കട്ട് ചെയ്ത് തന്നെ വളരെ ഭംഗിയുള്ളതായിരിക്കുന്ന ഒരു വ്യക്തിയായി കാരാഗ്രഹത്തിന്റെ അവസ്ഥയിൽ നിന്നും തന്നെ മാറ്റി തന്നെ ഒരു പുതിയ വ്യക്തിയായി കൊണ്ടുവരികയാണ്. കാരണം താൻ നിൽക്കേണ്ടത് രാജാവിന്റെ മുമ്പിലാണ്.
ഒരു ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഒന്ന് തൻ്റെതായിരിക്കുന്ന താടിയും മുടിയുമെല്ലാം വെട്ടി തന്നെ നല്ല ഒരു ബ്യൂട്ടീഷ്യനായിട്ട് കൊണ്ടുവന്ന് തന്നെ ആക്കിയെടുക്കുകയാണ്. തനിക്ക് രണ്ടാമത് വേണ്ടതായിരിക്കുന്ന ക്വാളിറ്റി എന്ന് പറയുന്ന വസ്ത്രമാണ്, മേലങ്കി ധരിപ്പിച്ചെന്നാണ്. അപ്പോൾ വസ്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, നാട് വിട്ടുപോയതായിരിക്കുന്ന മുടിയനായ പുത്രനെ കഥ നമുക്കറിയാം. ഏറിയ നാളുകൾ അവനെ കാണാനില്ല. അപ്പൻ കാത്തിരുന്നു. വളരെ ദുഃഖത്തിലും വേദനയിലും കടനീരിലും ദിനരാത്രങ്ങൾ കടന്നുപോയതായിരിക്കുന്ന സന്ദർഭങ്ങളിൽ അവൻ ദൂരമേ വരുന്നത് കണ്ടപ്പോൾ ഓടിച്ചെന്ന് ആലിംഗനം ചെയ്ത് അവന്റെ മുടിയും താടിയുമെല്ലാം കളഞ്ഞ് അവനെ നല്ല വസ്ത്രം ധരിപ്പിച്ച് നല്ല ചെരുപ്പണിയിച്ച് മോതിരമിട്ട് അവനെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കുന്നതായിട്ട് കാണാം. 2, വസ്ത്രം. വേദപുസ്തകത്തിൽ പറയുന്നത് നിങ്ങളുടെ വസ്ത്രങ്ങളൊക്കെയും വിശുദ്ധമായിരിക്കട്ടെ എന്നാണ്. വിശുദ്ധ വസ്ത്ര അലങ്കാരത്തോടുകൂടെ വെണ്മയും ചുവപ്പുള്ളതായിരിക്കുന്ന വസ്ത്രം അവനെ അണിയിച്ചു എന്നാണ്. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ വസ്ത്രത്തിന് വളരെ പ്രാധാന്യത ഇവിടെ കൊടുക്കുന്നുണ്ട്. സഭാപ്രസംഗി പറയും നിങ്ങളുടെ വസ്ത്രങ്ങൾ എപ്പോഴും വെണ്മയായിരിക്കട്ടെ എന്നാണ്. അത് നിർമ്മലതയെ കാണിക്കുന്നതാണ്, കളങ്കമില്ലാത്തതിനെ കാണിക്കുന്നത്, വിശുദ്ധിയെ കാണിക്കുന്നതാണ്. അപ്പോൾ വിശുദ്ധി ധരിച്ചുകൊണ്ട് രാജാവിന്റെ മുൻപിൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ വസ്ത്രം നല്ല ഭംഗിയുള്ളതായിരിക്കണം. പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അതിന് പറയുന്നത് എക്സിക്യൂട്ടീവ് സ്റ്റൈൽ എന്നൊക്കെയാണ് പറയുന്നത്. നല്ല വസ്ത്രം. അപ്പോൾ ഒരു ലുക്ക് ഉണ്ടായിരിക്കണം. വളരെ ഭംഗിയുള്ള വസ്ത്രം ധരിച്ച് രാജാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ വെറുതെയല്ല നിൽക്കുന്നത്, ഒരു ശുശ്രൂഷയ്ക്ക് നിൽക്കുകയാണ്, ശുശ്രൂഷ ചെയ്യാൻ നിൽക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ദൈവദാസന്മാരെ, ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ശുശ്രൂഷ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നിങ്ങളുടേതായിരിക്കുന്ന അതേ ജീവിതത്തിന്റെ മാറ്റം അതാവശ്യമാണ് എന്നാണ് പറയുന്നത്. താടിയും മുടിയുമെല്ലാം വെട്ടി നല്ല വസ്ത്രം ധരിച്ച് യോസഫ് വന്നതുപോലെ ഒരു ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ നീ ഭംഗിയുള്ള വ്യക്തിയായിട്ട് വേണം നിൽക്കുവാൻ എന്നാണ്. കാരണം നിന്നിൽ നിന്നും ചിലതൊക്കെ കേൾക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതിനാണ് നിന്നെ വിളിപ്പിക്കുന്നത്. നിന്നിൽ ചിലതൊക്കെ ഉണ്ട്. ദൈവം നിന്നെ ചിലതൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. ദൈവം ചില നിക്ഷേപം തന്നിട്ടുണ്ട്. ചില വെളിപ്പാടുകൾ തന്നിട്ടുണ്ട്, ചില ദർശനങ്ങൾ തന്നിട്ടുണ്ട്, ചില കാഴ്ചപ്പാടുകൾ തന്നിട്ടുണ്ട്. അത് രാജാവിന് വെളിപ്പെടുത്താനായിട്ട് ദൈവം നിന്നെ വിളിച്ചിരിക്കുകയാണ്. നമ്മളിൽ നിക്ഷിപ്തമായ പല കാര്യങ്ങളും മറ്റുള്ള പലർക്കും കൊടുക്കുവാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. പല ശുശ്രൂഷകളാണ്. സറവാത്തിൽ കടന്നു ചെന്നപ്പോൾ അവിടെ ഒരു ശുശ്രൂഷയായിരുന്നു. തന്റെ ശിഷ്യനായിരിക്കുന്ന എലീശ അത് മറ്റൊരു വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ മക്കളിലായിരുന്നു. ആ ശൂന്യകാരിയുടെ കുടുംബത്തിൽ അനുഗ്രഹമുണ്ടായി. കടബാധ്യതകൾ കൊണ്ടത് വീർപ്പുമുട്ടിയതായിരിക്കുന്ന ഒരു സഹോദരിയും കുഞ്ഞുങ്ങളെയും രക്ഷയിലേക്ക് നയിച്ചു. അനവധിയായിരിക്കുന്ന ശുശ്രൂഷകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഇപ്പോൾ തന്നെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന രാജാവിന്റെ മുമ്പിലാണ്. തന്റെ സ്റ്റൈൽ. മൂന്നാമത് തൻ്റെതായിരിക്കുന്ന ശബ്ദവും തൻ്റെതായ വിനയവും തൻ്റെതായിരിക്കുന്ന ഭവ്യതയും തൻ്റെതായിരിക്കുന്ന ക്ഷമാശീലതകളുമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പൗലോസ് അതിനെ കുറിച്ച് പറയുകയാണ്, ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ 3-ാം സ്വർഗത്തോളം എന്നെ എടുക്കപ്പെട്ടു. അവിടെ വെച്ച് ഞാൻ പുതിയ തീരുമാനം കണ്ടെത്തി. പുതിയ തീരുമാനത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുത്തു, സമർപ്പിച്ചു കൊടുത്തു. പുതിയൊരു വ്യക്തിയായിട്ട് ഞാൻ മാറുകയാണ്. ഇവിടെ ഇപ്പോൾ കാണുവാനായിട്ട് കഴിയുന്നത് വിനയം. അതിന് കർത്താവായ യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ വാക്കുകൾ ഉപ്പിനാൽ രുചിയുള്ളത് ആയിരിക്കട്ടെ. രുചികരമായ, സ്വാദിഷ്ടമായ, മറ്റുള്ളവർക്ക് ഇമ്പവും മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ സന്തോഷവും നൽകുന്ന വാക്കുകളായിരിക്കട്ടെ. അപ്പോൾ ദൈവസന്നിധി നിൽക്കുമ്പോൾ വിളിച്ചത് നീ പറയുന്നത് കേൾക്കാനാണ്. അതിനു മുൻപ് അവര് പറയുന്നത് കേൾക്കാൻ ഒരു മനസ്സ് ഉണ്ടാവണം. വിളിച്ചു വരുത്തിയതായിരിക്കുന്ന ആളുകൾക്ക് പറയാൻ ചില കാര്യങ്ങളുണ്ട്. അത് വീടിനെ കുറിച്ചാകാം, അത് കുഞ്ഞുങ്ങളെ കുറിച്ചാകാം, അത് വസ്തുവിനെ കുറിച്ചാകാം, ജോലിയെ കുറിച്ചാകാം,
വിവാഹത്തെക്കുറിച്ചാകാം, രോഗത്തിന്റെ അവസ്ഥയായിരിക്കാം, ശാരീരിക ക്ലേശമായിരിക്കാം, മാനസികാവസ്ഥയായിരിക്കാം, തകർന്ന അവസ്ഥയായിരിക്കാം, ഒറ്റപ്പെട്ട അവസ്ഥയായിരിക്കാം, നിന്ദയുടെ അവസ്ഥയായിരിക്കാം, പരിഹാസത്തിന്റെ അവസ്ഥയായിരിക്കാം. വിവിധ നിലകളിൽ ഭാരത്തിലിരിക്കുന്ന ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് ദൈവം വിളിച്ചു നിർത്തുമ്പോൾ അത് കേട്ടതിന് ശേഷം പ്രാർത്ഥിച്ച് ദൈവികമായി ശുശ്രൂഷ ചെയ്യുക. രാജാവിനോട് പറഞ്ഞു, രാജാവ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരു സ്വപ്നം കണ്ടു, നീ ദർശനം പറയുമെന്ന് കേട്ടു, നിനക്ക് വിവരിപ്പാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ യോസഫ് പറഞ്ഞു, എനിക്ക് വിവരിക്കാൻ കഴിയില്ല, പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിന് അത് വിവരിക്കാൻ കഴിയും. സ്വർഗത്തിലെ ദൈവത്തിന് എനിക്കല്പം സമയം വേണം. ഒരു ശുശ്രൂഷകന്റെ വിനയപുരസരമായ വാക്കുകളാണ്, എനിക്കല്പം സമയം നൽകണം. കാരണം ഞാൻ പറയാം, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ, സമയമെടുത്ത് ഞാൻ പ്രാർത്ഥിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി. അതാണ് എൻ്റെ ജോലി. ഞാൻ ശുശ്രൂഷയാണ്. ആ ദൈവത്തിന്റെ ദാസൻ സമയമെടുത്ത് പ്രാർത്ഥിച്ച് രാജാവ് കണ്ടതായിരിക്കുന്ന സ്വപ്നത്തെ പറയുകയും അത് തന്നെയാകുന്നു എന്ന് രാജാവ് ബോധ്യമായപ്പോൾ രാജാവിന്റെ കയ്യിലുണ്ടായിരുന്ന മോതിരം ഊരി അവന് സമ്മാനമായിട്ട് കൊടുത്തു. അവനെ രഥത്തിൽ കയറ്റി നാട് ചുറ്റി കാണിച്ചു. സകല ജനങ്ങളെയും അവനെ വണങ്ങുവാൻ പറഞ്ഞു. അവൻ അധികാരത്തിന്റെ മുദ്രയും ചിഹ്നവും നൽകി അനുഗ്രഹിച്ചു. 14-ാമത്തെ വയസ്സിൽ കണ്ടതായിരിക്കുന്ന സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യം 30-ാമത്തെ വയസ്സിൽ യാഥാർത്ഥ്യമായി തീരുമ്പോൾ അവനറിയാം, എന്റെ പിതാക്കന്മാരുടെ ദൈവം കൂടെയുണ്ട്, നടത്തുന്ന ഒരു ദൈവമാണ് ഇനിയും എന്നിൽ ഏൽപ്പിച്ച ഇനിയും വലിയ ശുശ്രൂഷ എന്നിലുണ്ട്. അത് ചെയ്യുവാൻ ഞാൻ യോഗ്യനാണ്. അതിനായി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി പിതാക്കന്മാരെ മാതാക്കളെ ഓർക്കുന്നു. രോഗികളായി കഴിയുന്നവരെ ഓർക്കുന്നു. ജന്മദിനം വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെ ഓർക്കുന്നു. സ്വദേശത്തും വിദേശത്തും ഗൾഫിലും യൂറോപ്പിലും അമേരിക്കൻ നാടുകളിലും ഒക്കെ ജോലി ചെയ്യുന്നവരുണ്ട്, ബിസിനസ് ചെയ്യുന്നവരുണ്ട്, പഠിക്കാൻ പോയ കുഞ്ഞുങ്ങളുണ്ട്. വിവിധ ഇടങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം. നൽകുന്ന എല്ലാ കൂട്ടായ്മകൾക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ശക്തീകരിക്കും.